പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസക്കാലത്തിലധികമായി അദ്ദേഹം തിഹാർ ജയിലിൽ കഴിയുകയാണ്. ഡൽഹിയിലെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോഴാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജാമ്യം ഡൽഹി ഹൈക്കോടതി നിഷേധിച്ചിരുന്നു. അതിനെ തുടർന്ന് ആ കേസ് സുപ്രീം കോടതിയിലേക്ക് വന്നു. സുപ്രീം കോടതി അടിയന്തരമായ കേസ് പരിഗണിക്കണം എന്ന് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ആവശ്യം ഉന്നയിച്ചുവെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആ കേസ് 29-ാം തീയതിയിലത്തേക്ക് വെച്ചു. ഏപ്രിൽ 29-ാം തീയതിയിലത്തേക്ക് കോടതി മാറ്റിവെച്ചു. ആ കേസിൻ്റെ വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ എൻ്റെ ഒരു നിരീക്ഷണം ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനെതിരായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ പോയിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല പോയത്, മറിച്ച് ഈ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല, ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ പോയത്. പക്ഷേ ഡൽഹി ഹൈക്കോടതി കേസ് വിശദമായി കേട്ടെങ്കിലും ജാമ്യം നിഷേധിക്കുകയാണ്. അതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നടത്തുക. സുഹൃത്തുക്കളെ, സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നീ 2 ന്യായാധിപന്മാരാണ് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് കേസ് വാദിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമുന്നത അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിയാണ്. അദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വാദിച്ചിരുന്നത്. സുപ്രീം കോടതിയിലും അദ്ദേഹമാണ് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. 29-ാം തീയതി വാദം വന്നു. 29-ാം തീയതി വാദം കോടതി കേട്ടു. ഇനി അടുത്ത വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ ഇതിൻ്റെ തുടർവാദം നടക്കുക. അപ്പോൾ ഇതുവരെ നടന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതിനെ തുടർന്നിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് 29-ാം തീയതി വന്നപ്പോൾ തന്നെ മനു അഭിഷേക് സിംഗ്വി വാദിച്ചത് ഈ കേസ് നിയമവിരുദ്ധമാണ്. PMLA ആക്ട് പ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ 19 പ്രകാരം തുടക്കം മുതൽ തന്നെ ഈ കേസ് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ വാദിച്ചു. അതുപോലെ തന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിഷയം അദ്ദേഹം എടുത്തു. അറസ്റ്റിന് ഒരു കാരണം വേണം, ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയം അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഉള്ളപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വാദം അദ്ദേഹം ഉയർത്തി. അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും പുതിയ മെറ്റീരിയൽ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം, പ്രത്യക്ഷമായോ പരോക്ഷമായോ. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും പുതിയ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു. എന്നാൽ സാക്ഷിമൊഴികളിലൊന്നും അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ട് പരാമർശമില്ല. എന്ന് മാത്രമല്ല, ഈ കേസിലെ ഒരു സാക്ഷി 2023 ജൂലൈയിൽ ഒരു മൊഴി നൽകുന്നു. ആ സാക്ഷിക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം ജാമ്യം ലഭിക്കുന്നു. അതായത് 2023 മൊഴി നൽകുന്നു, അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ജാമ്യം ലഭിക്കുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് 2024 മാർച്ചിനാണ്. ഇതാണ് മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയിൽ ഉന്നയിച്ച പ്രാഥമിക വാദം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാദം എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രിയെ അയാൾ രാഷ്ട്രീയക്കാരനാണെന്ന പരിഗണന നൽകി മറ്റ് ക്രിമിനലുകളിൽ നിന്നും വ്യത്യാസമായി കാണാൻ കഴിയില്ലെന്നും, അങ്ങനെ കണ്ടാൽ അത് തുല്യത, ഇക്വാളിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14ൻ്റെ ലംഘനമാണ് എന്നതുമാണ് ED സുപ്രീം കോടതിയിൽ വാദിച്ചത്. അയാൾ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കാൻ കഴിയില്ല. കേസുകളിൽ ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന പരിഗണന മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ
ആർട്ടിക്കിൾ 14 വയലേഷനാണ്. അപ്പം ഇത് സംബന്ധിച്ച് മനൂപ് ഷെയ്ഖ് സിംഗ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ ഡസ് നോട്ട് ഹാവ് എനി ഇമ്മ്യൂണിറ്റി, ബട്ട് ഡസ് ഹി ഹാവ് ലെസർ റൈറ്റ്സ് ദാൻ എ കോമൺ സിറ്റിസൺ. അതായത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കെജ്രിവാളിന് സംരക്ഷണമൊന്നുമില്ല, ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. പക്ഷേ ഒരു സാധാരണ പൗരനേക്കാൾ കുറവ് പരിഗണനയാണോ അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് മനൂപ് ഷെയ്ഖ് സിംഗ്വി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രോസിക്യൂഷൻ നീതിപൂർവമായിട്ടല്ല കെജ്രിവാളിനോട് പെരുമാറിയത്, ഇക്കാര്യം കൊണ്ട് തന്നെ ജാമ്യം നൽകേണ്ടതാണ്. കെജ്രിവാളിനെതിരെ ചില മൊഴികൾ മാത്രം ഉപയോഗിച്ചു, ചില മൊഴികൾ അവഗണിച്ചു. അതായത് ഉപയോഗിക്കാവുന്ന ചില മൊഴികൾ ഉപയോഗിച്ചു, എന്നാൽ അദ്ദേഹത്തെ ബന്ധിപ്പിക്കാത്ത മൊഴികളുണ്ടായിരുന്നു, അത് അവഗണിക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ മനൂപ് ഷെയ്ഖ് സിംഗ് പറഞ്ഞെന്നറിയോ? ദർ ഈസ് നോ കൊറോബറേഷൻ, സോ ദേ ഇഗ്നോർഡ് 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് പിക്ഡ് അപ്പ് 1. അതായത് കെജ്രിവാളിനെ ഈ കേസുമായി കൊറോബറേറ്റ് ചെയ്യാനായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ 10 മൊഴികൾ അവർ അവഗണിച്ചു, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ ക്രിമിനൽ ലോ കൊറോബറേഷൻ, വിത്തൗട്ട് കൊറോബറേഷൻ യു കനോട്ട് എസ്റ്റാബ്ലിഷ് ദി ഗിൽറ്റ്. ക്രിമിനൽ നിയമത്തിൽ ഈ പ്രതിയെ ഇതുമായി ബന്ധപ്പെടുത്തുന്ന മെറ്റീരിയൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുറ്റം നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ കോടതി ചോദിച്ചു, എന്തുകൊണ്ടാണ് EDയുടെ നോട്ടീസ് കെജ്രിവാൾ അവഗണിച്ചത്? അപ്പോൾ അവഗണിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ വേറെന്താണ് വഴി എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ മനൂപ് ഷെയ്ഖ് സിംഗ് പറഞ്ഞു, കളവായ കാരണങ്ങൾ പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്, കളവായ കാരണങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങൾ മനൂപ് ഷെയ്ഖ് സിംഗ്വി അവിടെ വാദിച്ചു. അതുപോലെ തന്നെ മനൂപ് ഷെയ്ഖ് സിംഗ്വിയുടെ തുടർവാദങ്ങളുണ്ട്, അതും വളരെ പ്രസക്തമാണ്. എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിനെ നേരിട്ട് ഇടപെടലിന് തെളിവില്ല എന്നുള്ളതായിരുന്നു വാദം. അദ്ദേഹം പറഞ്ഞു, നോ ട്രേസ് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആൻഡ് ലാക്ക് ഓഫ് പ്രൂഫ് ഓഫ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തെളിവുമില്ല, നേരിട്ട് അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതിനും ഒരു തെളിവുമില്ല എന്നും മനൂപ് ഷെയ്ഖ് സിംഗ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയ സാക്ഷിയുടെ മൊഴിയെക്കുറിച്ചും അദ്ദേഹം വിശദമായി പറഞ്ഞു. മകുന്ദ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ മകുന്ദ റെഡ്ഡി അരവിന്ദ് കെജ്രിവാളിനെ 5-6 തവണ കണ്ടു, പക്ഷേ പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, അല്ലാതെ മദ്യനയവുമായി മാത്രമായിരുന്നില്ല. ഇതാണ് മകുന്ദ റെഡ്ഡി അരവിന്ദ് കെജ്രിവാളിനോട് സംസാരിച്ചത്. എന്ന് മാത്രമല്ല, മകുന്ദ റെഡ്ഡി മൊഴി കൊടുത്തത് മകൻ രാഘവ റെഡ്ഡി അറസ്റ്റ് ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പോഴാണ്. എന്ന് മാത്രമല്ല, മകുന്ദ റെഡ്ഡി കെജ്രിവാളിനെതിരെ മൊഴി കൊടുത്തത് മകുന്ദ റെഡ്ഡി മാപ്പ് സാക്ഷിയായി കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അതിനുശേഷം മകുന്ദ റെഡ്ഡിക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യാപേക്ഷയുമായി മകുന്ദ റെഡ്ഡി വന്നപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എതിർത്തുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെപ്റ്റംബർ 2016 കെജ്രിവാളിനെതിരെ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മകുന്ദ റെഡ്ഡി പറഞ്ഞെന്താണ്? 5 മാസങ്ങൾക്ക് ശേഷം, അതായത് മകുന്ദ റെഡ്ഡി സേസ് ഹി ഡസ് നോട്ട് നോ, and then after 5 months he is arrested and he makes 4 statements. മകുന്ദ റെഡ്ഡി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കെജ്രിവാളിനെ അറിയില്ല എന്നുള്ളത്. പക്ഷേ അതിനുശേഷം മകുന്ദ റെഡ്ഡി 5 മാസം കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മകുന്ദ റെഡ്ഡി 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തത് മകുന്ദ റെഡ്ഡിയുടെ മകൻ രാഘവ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ മകുന്ദ റെഡ്ഡിയുടെ മകൻ രാഘവ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അയാൾ കെജ്രിവാളിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഹി മെയ്ഡ് 8 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടോട്ടൽ. മൊത്തത്തിൽ അദ്ദേഹം 8 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിൽ 6 സ്റ്റേറ്റ്മെൻറ്റിലും കെജ്രിവാളിനെതിരെ പരാമർശമില്ല. അവസാനത്തെ 2 സ്റ്റേറ്റ്മെൻറ്റിലാണ് പരാമർശമുള്ളത്. എന്നിട്ട് മനൂപ് ഷെയ്ഖ് സിംഗ് പറഞ്ഞെന്താണെന്നറിയോ? ദിസ് ഈസ് എ ന്യൂ ടെക്നിക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ അറസ്റ്റ്, ദെൻ രാഘവ് ഗെറ്റ്സ് ആബ്സല്യൂട്ട് ബെയിൽ എന്ന് പറഞ്ഞാൽ, മകുന്ദ റെഡ്ഡിയുടെ മകൻ രാഘവ റെഡ്ഡിയെ ED അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾ അരവിന്ദ് കെജ്രിവാളിന് എതിരായി മൊഴി കൊടുക്കുന്നു. മൊഴി കൊടുത്ത് ഉടനെ തന്നെ അയാൾക്ക് ജാമ്യവും കിട്ടുന്നു. ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് അയാൾ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേരുന്നു. അപ്പോൾ മകുന്ദ റെഡ്ഡി എന്ന് പറഞ്ഞ സാക്ഷിയുടെ മകൻ രാഘവ റെഡ്ഡി, അയാളെ
ED അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയാൾ മൊഴി കൊടുക്കുന്നു. അയാൾ കൊടുത്ത 8 സ്റ്റേറ്റ്മെൻറ്റുകളിൽ 6 സ്റ്റേറ്റ്മെൻറ്റുകളിലും കെജ്രിവാളിനെ കുറിച്ച് പരാമർശമില്ല. അവസാനത്തെ 2 സ്റ്റേറ്റ്മെൻറ്റിലാണ് പരാമർശമുള്ളത്. ആ പരാമർശം ഉണ്ടാവുന്നത് അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അതിനുശേഷം അയാൾ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. ജാമ്യത്തിന് അപേക്ഷിച്ച് കഴിയുമ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടുന്നു. ജാമ്യം കിട്ടി പുറത്തു വരുന്ന അയാൾ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയിൽ അയാൾ ചേരുന്നു. ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി ഏപ്രിൽ 29-നും ഏപ്രിൽ 30-നും സുപ്രീം കോടതിയിൽ നടത്തിയ വാദത്തിൻ്റെ ജിസ്റ്റ് അല്ലെങ്കിൽ ആകത്തുക. ഈ വാദവും കേട്ട സുപ്രീം കോടതി വെള്ളിയാഴ്ച എന്നുവെച്ചാൽ ഇന്ന് ബുധനാഴ്ചയാണ്, അതായത് 3-ാം തീയതി ഈ കേസ് വാദത്തിന് വരുമ്പോൾ 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്ന് സുപ്രീം കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 5 ചോദ്യത്തിൽ പ്രധാനമായും വരുന്ന 2 കാര്യങ്ങൾ, മറ്റ് 3 പ്രധാനപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് വിശദമായി പറയേണ്ടതുള്ളതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ കേസിൻ്റെ ഗതിയെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതാണൊന്ന് വിശദീകരിച്ച് ഞാൻ പറയാൻ പോകും. 4-ാമത്തെ ചോദ്യം, ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഇനിഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ് ആൻഡ് ദെൻ ആക്ഷൻ ഓഫ് അറസ്റ്റ്. അതാണ് 4-ാമത്തെ ചോദ്യം. അതായത് നിയമ നടപടികൾ ആരംഭിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരു ടൈം ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇഫ് യു സീ സെക്ഷൻ 8 ദർ ഇസ് എ ലിമിറ്റ് ഓഫ് 365 days. കോടതി പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സെക്ഷൻ 8 നോക്കുമ്പോൾ പ്രൊസീഡിങ്സ് നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ 365 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് നടത്തേണ്ടതാണ്. എന്നിട്ട് കോടതി പറയുന്നത് ദോ വി ആർ ഇൻ ബെയിൽ മാറ്റർ സി അതർ ഓപ്ഷൻസ് ഈസ് നോട്ട് ടു അറസ്റ്റ്. അതായത് PMLA ആക്ട് പ്രകാരം നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ 365 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാവണം. പക്ഷേ ഇത് അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് അല്ലാത്ത ഓപ്ഷൻ ആയിരുന്നു നോക്കേണ്ടിയിരുന്നത്. അതർ ഓപ്ഷൻ ഈസ് നോട്ട് ടു അറസ്റ്റ്. അറസ്റ്റ് നടത്താതിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് കോടതി പറയുന്നൊരു നിർണായകമായിട്ടുള്ള വാചകമുണ്ട്, ലൈഫ് ആൻഡ് ലിബർട്ടി ഈസ് ഇമ്പോർട്ടൻറ്റ്. ജീവിതവും സ്വാതന്ത്ര്യവുമാണ്, ലിബർട്ടിയുമാണ്, പൗരാവകാശവുമാണ് ഇമ്പോർട്ടൻറ്റ്. ജീവിതവും പൗരാവകാശവുമാണ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ് ആൻഡ് ലിബർട്ടി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ നിയമ നടപടി തുടങ്ങുകയും അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഗ്യാപ്പ് 360 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ അറസ്റ്റ് ആയിരുന്നില്ല ഓപ്ഷൻ. അതാണ് 4-ാമത്തെ ചോദ്യം. അതിനുള്ള മറുപടി ED കൊടുക്കണം. 5-ാമത്തെ ചോദ്യം എന്താ? ദെൻ ദ ടൈമിംഗ് ഓഫ് അറസ്റ്റ് വിച്ച് ഈസ് ജസ്റ്റ് ബിഫോർ ജനറൽ ഇലക്ഷൻസ്. ഈ അറസ്റ്റ് ചെയ്ത സമയം പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. ഈ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കണം എന്നാണ് കോടതി ചോദിച്ച 5 കാര്യങ്ങളിൽ ചോദിച്ച സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1, 2, 3 എന്നുള്ള ചോദ്യങ്ങളും പ്രധാനമാണ്. പക്ഷേ ഇത്രത്തോളം പ്രധാനമല്ല എന്നുള്ളത് കൊണ്ട് സമയപരിമിതി കൊണ്ടുമാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരല്പം വിശദമായി ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യവും ആ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി നടന്ന മനു അഭിഷേക് സിംഗ്വി നടത്തിയ വാദങ്ങളും വിശദമായി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് 3-ാം തീയതി വരുമ്പോൾ കൊണ്ടുവരേണ്ട 5 ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളതും ഞാനിവിടെ സൂചിപ്പിച്ചു. അതിൽ 4ഉം 5ഉം ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം അറസ്റ്റ് ഒരു ഓപ്ഷനല്ല എന്നും ജീവിതവും പൗരാവകാശങ്ങളുമാണ് പ്രധാനം എന്ന് കോടതി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു. 2, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്തത് എന്നും കോടതി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നടന്ന വാദങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല കെജ്രിവാൾ കോടതിയിലെത്തിയത് എന്ന് നമ്മൾ കണ്ടുകൊള്ളണം. ഈ കേസ് തന്നെ റദ്ദാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിലെത്തിയത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് റദ്ദാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ നടന്ന വാദങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ
അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ്, ആ സാധ്യതയ്ക്കാണ് മുൻതൂക്കം എന്നാണ് ഈ വാദങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.